ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കർപ്പൂരത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കർപ്പൂരം ശരിക്കും നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമ്മുടെ മുടി സംരക്ഷണത്തിനും അതുപോലെ തന്നെ നമ്മൾ പുകയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ മണത്തിന് പുകയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നാണ് നമ്മുടെ വിചാരം. അല്ല, നമ്മൾ 20 രൂപയുടെ ഒരു കർപ്പൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ വീട്ടിൽ അത്യാവശ്യമുള്ള ഒരു സാധനം തന്നെയായിട്ട് നമുക്ക് കർപ്പൂരത്തിനെ കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റത്തെ നമ്മുടെ ടിപ്പ് എന്ന് വെച്ചാൽ കർപ്പൂരം നമ്മളിതുപോലെ പൊടിച്ച ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 കർപ്പൂരത്തിൻ്റെ ഗുളികയോളം നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു തരി ആയിട്ടാണ്, നമുക്ക് ഫൈനായിട്ട് പൊടിച്ച് കിട്ടില്ല. ഇതുപോലെ നമുക്കൊരു തരി ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ഇതുപോലെ ഒന്ന് പൊടിച്ച് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കട്ടിലിൻ്റെ അതുപോലെ തന്നെ ടേബിളിൻ്റെ കടിയിൽ ചിലപ്പോൾ ഉറുമ്പൊക്കെ വരാറുണ്ട് അല്ലേ. ഉറുമ്പിൻ്റെ അതുപോലെ തന്നെ പാറ്റ, പല്ലിയുടെയൊക്കെ ശല്യം ഉള്ളതിന് നമുക്ക് ഈ ഒരു കർപ്പൂരം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കട്ടിലൊക്കെ ഉറുമ്പ് വരുന്നതിനൊക്കെ നമുക്ക് എവിടേക്കാണോ ഉറുമ്പ് വരുന്നത് അവിടെയൊക്കെ ഇതുപോലെ കുറച്ച് കർപ്പൂരം പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചെതലിൻ്റെ ശല്യം ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കർപ്പൂരം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചവിട്ടികളൊക്കെ മെറ്റൊക്കെ ഇതുപോലെ നമുക്കൊരു ദിവസം അലക്കാനൊന്നും സമയമില്ല, ഇല്ലെങ്കിൽ നമുക്ക് വയ്യാതിരിക്കുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ആ മെറ്റിൽ കുറച്ച് കർപ്പൂരം പൊടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അഴുക്ക് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ബെഡിലൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലും പലഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് വരും. അപ്പോൾ നമുക്ക് അതിന് ഉറുമ്പ് പൊടിയൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രശ്നമാണല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ആ ഒരു ബെഡിൽ നമ്മൾ കുറച്ച് കർപ്പൂരം പൊടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. ഉറുമ്പൊക്കെ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവും. പിന്നെ നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ച് കർപ്പൂരം പൊടിച്ചത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പറിൽ കർപ്പൂരം ഇട്ട് നല്ലപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുക. അല്ലെങ്കിൽ നമ്മളിതുപോലെ ടാബ്ലറ്റൊക്കെ വാങ്ങുന്ന ആ ഒരു കവറിലാണ് കുറച്ച് കർപ്പൂരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പിന്ന് വെച്ചിട്ട് നല്ലപോലെ തന്നെ ഇത് ഹോള് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഹോളിലൂടെ നമുക്ക് പുറത്തേക്ക് കർപ്പൂരം താഴേക്ക് വരുമൊന്നുമില്ല കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ കിടക്കും. പക്ഷെ നല്ലൊരു സ്മെല്ല്, കർപ്പൂരത്തിൻ്റെ ആ ഒരു സ്മെല്ല്, സുഗന്ധം നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ തലയണയുടെ ചുവട്ടിലൊക്കെ നമ്മൾ അടിയിലായിട്ട് നമ്മൾ ഇത് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്മെല്ല് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് നല്ല ഉറക്കവും കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ വേസ്റ്റ് ബിന്നിലൊക്കെ ഇതുപോലെ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഹോളിട്ട് കൊടുത്തതിന് ശേഷം ടിഷ്യൂവിൽ ഹോളിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പേപ്പറിൽ നമുക്ക് ഹോളിട്ട് വെച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ നമ്മൾ അലക്കാൻ വെച്ചിട്ടുള്ള തുണിയിൽ ബാസ്ക്കറ്റിലൊക്കെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു ദുർഗന്ധം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബൗളിലേക്ക് നമുക്ക് ചെറിയ ചൂടുവെള്ളം, അപ്പോൾ ഇതൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഈ കർപ്പൂരം വെള്ളത്തിലൊന്ന് ലയിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ തരിയൊക്കെ ഒന്ന് പോയി അരിച്ചെടുത്ത് നമ്മളിതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എവിടേക്കാണോ ഉറുമ്പിൻ്റെ ശല്യം ഉള്ളത്, അതുപോലെ തന്നെ പാറ്റയുടെ ശല്യം ഒക്കെ ഉള്ളതെന്ന് വെച്ചാൽ പല്ലിയുടെയൊക്കെ ശല്യത്തിന് നമുക്ക് എവിടേക്കാണോ ഇതിൻ്റെ ശല്യം ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം കിച്ചണിലൊക്കെ നമ്മൾ ഒരുപാട് പാറ്റയുടെ ശല്യം ഉണ്ടാവും. കോക്രോച്ചൊക്കെ നല്ല അധികമായിട്ട് തന്നെ ഉള്ള വീടുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഈ കർപ്പൂരം ഒന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പാറ്റയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല. നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാറ്റയുടെ ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് യാതൊരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. കർപ്പൂരത്തിൻ്റെ നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ പല്ലുവേദനയ്ക്കുള്ള സമയത്ത് ഇതുപോലെ ഒരു കർപ്പൂരത്തിൻ്റെ കഷ്ണം എടുത്തുകൊണ്ട് നമ്മൾ ആ പല്ലുവേദന ഉള്ള സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലുവേദനയ്ക്ക് നല്ല പോലെ തന്നെ ശമനം കിട്ടും കേട്ടോ. അപ്പോൾ ഇതും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ടുള്ള ടിപ്പാണ്.
ഇനി അടുത്ത നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു വെളിച്ചെണ്ണ നമ്മൾ ഒരു സ്പൂണിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് വെച്ച് ഗ്യാസിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടാക്കി എടുത്തതിന് ശേഷം ഈ വെളിച്ചെണ്ണയിലേക്ക് ഇതിലേക്ക് കുറച്ച് കർപ്പൂരം ഇതുപോലെ ഒന്ന് പൊടിച്ചിടുക. വെളിച്ചെണ്ണ നമ്മൾ ചൂടാക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചൂടുള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു കർപ്പൂരം മിക്സായി കിട്ടും. ഇനി ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കൈ വേദന, അതുപോലെ തന്നെ മുട്ടുംകാല് വേദന, എവിടേക്കോ നമുക്ക് വേദനയുള്ള സ്ഥലത്ത് ആ ഒരു സ്ഥലത്ത് നമ്മളിതുപോലെ ഈ കർപ്പൂരം വെളിച്ചെണ്ണയിലാക്കി തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വേദനക്ക് നല്ല ശമനം ഉണ്ടാവും. അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു ടിപ്പാണ്. ഇതുപോലൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് വേദന ഉള്ളിടത്ത് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേദന നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ചില്ലോൻ്റെ ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് 7-അപ്പോ അല്ലെങ്കിൽ പെപ്സിയോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതുപോലെയുള്ള ഡ്രിങ്ക്സാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കർപ്പൂരം പൊടിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ സ്പൂണിലൊക്കെ അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് നമ്മൾ ഷേക്ക് ചെയ്യുക. നല്ല പോലെ തന്നെ കുലുക്കി കൊടുക്കുമ്പോൾ അതിൽ നല്ല പോലെ ഒരു റിയാക്ഷൻ വരും കേട്ടോ. നല്ലൊരു പത വരും. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൻ്റെ ആ ഒരു ഹോളുണ്ടല്ലോ, ആ ഹോളിലേക്ക് ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൻ്റെ സിങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടും, പിന്നെ കർപ്പൂരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ കിച്ചണിൻ്റെ സിങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ബാഡ് സ്മെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടും ഈ ഒരു ടിപ്പ് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാത്രി ചെയ്യുന്നതാവും നല്ലത്. ഇത് ഒഴിച്ചതിന് ശേഷം പിന്നെ വെള്ളമൊന്നും ഒഴിക്കാതെ രാവിലെ ഉപയോഗിക്കുന്നതാവും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ അടുത്തത് ഒരു സിമ്പിൾ ടിപ്പ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരു സ്പൂണിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കർപ്പൂരം നമ്മൾ പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4 ടാബ്ലറ്റോളം ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഈ ടൂത്ത് പേസ്റ്റും കർപ്പൂരവും കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്തിട്ട് 100% നമുക്ക് റിസൾട്ട് കിട്ടിയൊരു ടിപ്പാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പാറ്റയുടെ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. പാറ്റ എവിടേക്കോ വരുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിലൊക്കെയാണ് കൂടുതലും വരാറുള്ളത്. ഒന്നില്ലെങ്കിൽ നമ്മുടെ കിച്ചണിൻ്റെ സിങ്കിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഇതുപോലെ കിച്ചൺ സ്ലാബിൽ. മെയിനായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഗ്യാസ് സ്റ്റോപ്പിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് നമ്മൾ പാറ്റ. അപ്പോൾ ആ വരുന്ന സ്ഥലത്തൊക്കെ ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശല്യം ഉണ്ടാവില്ല. കോക്രോച്ചിൻ്റെ ശല്യം തന്നെ നമുക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ ഉറുമ്പുകൾ അപ്പോൾ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഉറുമ്പിൻ്റെ വരുന്നിടത്ത് ഇത് കുറച്ച് തേച്ചിട്ടുണ്ട്. 2 സൈഡിൽ നിന്നും ഉറുമ്പ് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഉറുമ്പുകൾ തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ നമുക്കിത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. നമുക്ക് ഉറുമ്പിനെയും പാറ്റയെയും തുരത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ടൂത്ത് പേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കർപ്പൂരം കൂടി മിക്സ് ചെയ്ത് ഉറുമ്പ് വരുന്ന സ്ഥലത്ത്, പാറ്റ വരുന്ന സ്ഥലത്തും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്